And the uniqueness of a church is the presence of God. സഭയുടെ അതുല്യത എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. I don't care what name they have put for the church. സഭയ്ക്ക് കൊടുത്ത പേരിൽ ഞാൻ അത് കാര്യമാക്കുന്നില്ല. If God's presence is there, that is God's church. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സഭയാണ്. So I am very, very particular, and I am very, very confident, and I am very strong in that doctrine. ഞാൻ വളരെയധികം ആത്മവിശ്വാസമുള്ളവനാണ്. ആ പഠിപ്പിക്കലിൽ, ആ ഉപദേശത്തിൽ ഞാൻ വളരെയധികം ഉറപ്പുള്ളവനാണ്. That's why Jesus said, if 2 or 3 people gather in my name, I will be there. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ അവിടെ ഉണ്ട്. Then that gathering will turn into the body of Christ, of a church of God. ആ കൂട്ടം പിന്നീട് അത് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ശരീരമായിട്ടും സഭയായിട്ടും മാറ്റപ്പെടുന്നു. Because God's presence is over there. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. That is more important. അതാണ് വളരെയധികം പ്രാധാന്യം I അർഹിക്കുന്നത്. come to the church every Sunday not to preach what I want to preach to you. ഞാൻ ഓരോ ഞായറാഴ്ച സഭയിലേക്ക് കടന്നു വരുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പ്രസംഗിക്കുവാൻ വേണ്ടിയല്ല. I am very sensitive to the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനോട് വളരെയധികം ബന്ധം I പുലർത്തിക്കൊണ്ടിരിക്കുന്നു. don't care whether I preach what I prepared or not. ഞാൻ ഒരുക്കിക്കൊണ്ട് വന്നത് ഞാൻ പ്രസംഗിക്കുന്നോ ഇല്ലയോ എന്നത് ഞാൻ കാര്യമാക്കത്തില്ല. I want to hear what God wants to speak to the people. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം ജനത്തോട് എന്ത് സംസാരിക്കുന്നു. Because God wants to speak to the people of God, His people. എന്തുകൊണ്ടാണ് ദൈവം തന്നെ ജനത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Because I don't care what I want to speak. I don't care whether you listen me, but I want you to listen the voice of God this morning. അതുകൊണ്ട് ഞാൻ എന്തൊരുക്കിക്കൊണ്ടുവരുന്നു എന്നതിനെ ഞാൻ കാര്യമാക്കുന്നില്ല, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു എന്നതും കാര്യമാക്കുന്നില്ല. ഒരേ ഒരു കാര്യം ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് എന്ത് സംസാരിക്കാനുണ്ടോ. That's why we sometimes even change the songs that they have practiced. അതുകൊണ്ടാണ് ഞങ്ങൾ ശനിയാഴ്ച പ്രാക്ടീസ് ചെയ്ത പാട്ടുകൾ പോലും ചിലപ്പോൾ മാറ്റി ഞായറാഴ്ച പാടുന്നത്. Because we are totally want to be controlled by the Spirit of God and by the move of God. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാനും ദൈവാത്മാവിനാൽ ചലിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നു. For the last few weeks the Lord has put a great message in my heart to share with the body of Christ. കഴിഞ്ഞ ചില ആഴ്ചകളിലായിട്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ ഒരു സന്ദേശം തന്നിട്ടുണ്ട് ദൈവത്തിന്റെ സഭയോട് പങ്കുവയ്ക്കുവാൻ വേണ്ടി. And it is from Psalms. അത് സങ്കീർത്തനങ്ങളിൽ നിന്നാണ്. I would like to know how many of you know at least one psalm by heart. എനിക്ക് അറിയുവാൻ താല്പര്യമുണ്ട്, എത്ര പേർക്ക് ഒരു സങ്കീർത്തനമെങ്കിലും മനപ്പാഠമായി അറിയാമെന്ന്. At least one psalm, if you know by heart, please raise your hand. ഒരു സങ്കീർത്തനമെങ്കിലും മനപ്പാഠമായിട്ട് അറിയാമെങ്കിൽ ദയവായി നിങ്ങളുടെ കരം ഉയർത്തുക. Can be 91 or 23 or 117, doesn't matter. ചിലപ്പോൾ 91 സങ്കീർത്തനമായിരിക്കാം, 23 സങ്കീർത്തനമായിരിക്കാം, ഒരുപക്ഷെ 117 ആയിരിക്കാം, അതൊന്നും വിഷയമല്ല. If you know at least one psalm, raise your hands. നിങ്ങൾക്ക് ഒരു സങ്കീർത്തനമെങ്കിലും മനപ്പാഠമായി അറിയാമെങ്കിൽ ദയവായി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുക. So you are far better than those who do not know anything. നിങ്ങൾക്ക് ഒന്നും അറിയാത്തവരെക്കാട്ടിലും വളരെയധികം ശ്രേഷ്ഠന്മാരാണ് നിങ്ങൾ. Because at least you know one psalm. നിങ്ങൾക്ക് ഒരു സങ്കീർത്തനമെങ്കിലും അറിയാമല്ലോ. Okay, my second question is, എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. how many of you know Psalms 23? എത്ര പേർക്ക് 23-ാം സങ്കീർത്തനം മനപ്പാഠമായി അറിയാം? Would you please raise your hands? If you know Psalms 23 by heart, would you please raise your hands? 23-ാം സങ്കീർത്തനം മനപ്പാഠമായി അറിയാമെങ്കിൽ ദയവായി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുക. That is the best psalm that you have to learn in the Bible. ബൈബിളിൽ നിന്ന് പഠിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഉത്തമമായ സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. Okay, if you do not know that Psalms, don't worry, still you have time to learn it. സങ്കീർത്തനം 23 അറിയില്ലെങ്കിൽ സാരമില്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. We are going to learn Psalm 23. നാം 23-ാം സങ്കീർത്തനം നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. There is only 6 verses in that psalm. ആ സങ്കീർത്തനത്തിൽ 6 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. So by the time you come next Sunday for the worship, you can by heart that psalm. അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നു വരുന്നതോടുകൂടി ഈ സങ്കീർത്തനങ്ങൾ മനപ്പാഠമാക്കിയിരിക്കും. Because you by heart one verse one day. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഒരു ദിവസം ഒരു വാക്യം പഠിക്കുകയാണെങ്കിൽ. So next Sunday when I say how many of you know Psalms 23, I want every 100% hands to be up. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച 23-ാം സങ്കീർത്തനം മനപ്പാഠമായി ആർക്കെല്ലാം അറിയാമെന്ന് ചോദിക്കുമ്പോൾ 100% ആളുകളും കരങ്ങൾ ഉയർത്തിയിരിക്കണം. Hallelujah. We are going to learn that. നമ്മൾ അത് ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. Because the Bible says, അതുകൊണ്ട് ദൈവവചനം പറയുന്നു, I have hid your word in my heart that I should not sin against thee. എന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വചനത്തെ എൻ്റെ ഹൃദയം. So if the word is there, you cannot sin. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല. Bible also says thy word is a lamp unto my path. ദൈവവചനം പറയുന്നു നിന്റെ വചനം എൻ്റെ കാലിന് ദീപമായിരിക്കുന്നു. So if you have word in your heart, you will not stumble when the problems arise. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ നീ പതറിപ്പോകത്തില്ല. Thank God for my parents who compelled me to study the word when I was
a child. ഞാൻ ശിശുവായിരുന്നപ്പോൾ, ഞാൻ പൈതലായിരുന്നപ്പോൾ എന്നെ ദൈവവചനം പഠിപ്പിക്കാൻ നിർബന്ധിച്ചതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. Because you know, because the word will guide you. ദൈവത്തിന്റെ വചനം നിന്നെ നയിക്കും. When you are in crisis, when you do not have Bible with you, the Holy Spirit will bring that word into remembrance so that you will be strong in the word. നീ ഒരു പ്രശ്നത്തിന്റെ, ഒരു സങ്കീർണത്തിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ ദൈവവചനം നിന്റെ കരത്തിൽ അപ്പോഴില്ലെങ്കിലും ആ വചനം, നീ മനഃപ്പാഠമാക്കിയ വചനം നിന്നെ നയിക്കും, മുൻപോട്ട് നയിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ വചനം നിന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ വചനം നിന്നെ ഓർമ്മപ്പെടുത്തും. So it's time to learn. അതുകൊണ്ട് ഇത് പഠിക്കാനുള്ള സമയമാണ്. When you study the word, നിങ്ങൾ ദൈവവചനം പഠിക്കുമ്പോൾ faith will arise in you. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വളരുവാൻ തുടങ്ങും. Faith will arise in you. വിശ്വാസം വളരുവാൻ When you തുടങ്ങും. are in a crisis, the Holy Spirit will bring that word into your mouth. നിന്നെ ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ വായിലേക്ക് ആ വചനത്തെ കൊണ്ടുവരും. Pastor Jacob Koshi said, eat the word, പാസ്റ്റർ ജേക്കബ് പാസ്റ്റർ ഇങ്ങനെയാണ് പറഞ്ഞത്, വചനം ഭക്ഷിക്കുക, chew it, അത് ചവയ്ക്കുക, spit it to others. തുപ്പുക, മറ്റുള്ളവരിലേക്ക് തുപ്പുക. Speak the word to other people. മറ്റുള്ളവരിലേക്ക് ഈ വചനത്തെ സംസാരിക്കുക. Speak the word that will bring life to other people. മറ്റുള്ളവർക്ക് ജീവൻ പകരുന്ന ദൈവവചനം അവരോട് സംസാരിക്കുക. You will see transformations happening. അവരുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുന്നത് കാണുവാൻ That's what തുടങ്ങും. prophet Ezekiel did. അതാണ് യെഹെസ്കേൽ പ്രവാചകൻ ചെയ്തത്. One day the Spirit of God put him in a valley of dry bones. ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് യെഹെസ്കേൽ പ്രവാചകനെ അസ്ഥികളുടെ താഴ്വരയിലേക്ക് I know the നടത്തുവാൻ. Spirit of God is taking me into a new direction. So put him in a valley of dry bones. അവനെ അസ്ഥികളുടെ താഴ്വരയിലേക്ക് A നടത്തുവാൻ. fearful situation. ഭയാനകമായ സമയം. What will you do if when you wake up there is a dry bone near your bed? What will you think? നിങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ നിങ്ങളുടെ കിടക്കയിൽ ഉണങ്ങിയ അസ്ഥികൾ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? You will immediately scream. നിങ്ങൾ അപ്പോൾ തന്നെ നിലവിളിക്കുവാൻ തുടങ്ങും. Dry bones are always fearful situations. ഉണങ്ങിയ അസ്ഥികൾ എപ്പോഴും ഭയാനകമായ There is സാഹചര്യങ്ങളാണ്. nothing to hope for. അതിന് അവരുടെ പ്രതീക്ഷിക്കാൻ പ്രത്യാശിക്കുവാനൊന്നുമില്ല. Now Ezekiel was placed in a valley with full of dry bones. ഇപ്പോൾ യെഹെസ്കേൽ ആയിരിക്കുന്നത് താഴ്വര അസ്ഥികളാൽ നിറയപ്പെട്ട ഒരു താഴ്വരയുടെ മധ്യത്തിലാണ്. ഉണങ്ങിയ ഒരു അസ്ഥി കഷ്ണം നമ്മുടെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ കിടക്കയുടെ അടുത്ത് കിടക്കുന്നുണ്ട്, നമ്മുടെ അവസ്ഥ എന്തുമായിരിക്കും? അങ്ങനെയാണെങ്കിൽ പിന്നെ അസ്ഥി താഴ്വരയെ കൊണ്ട് ഇട്ടാൽ എന്തുമായിരിക്കും നിന്റെ സ്ഥിതി? Oh, it was such a fearful situation. അതുപോലെ ഭയാനകമായ ഒരു സാഹചര്യമായിരുന്നു. And God made him to walk through that valley. ദൈവം യെഹെസ്കേലിനെ അസ്ഥി താഴ്വര ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. And asked him a question. അവൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. മനുഷ്യപുത്ര, Son of man, ദൈവത്തിന്റെ മനുഷ്യ, will these bones bring back to life? ഈ അസ്ഥികൾ ജീവിക്കുമോ? And the prophet said, പ്രവാചകൻ ഇങ്ങനെ തിരിച്ചു പറഞ്ഞു, I don't know. എനിക്കറിയില്ല. Then the Lord said, ദൈവം പറഞ്ഞു, I'm going to do something. ഞാൻ ചിലത് ചെയ്യാൻ If you പോവുകയാണ്. will speak my word upon these bones, they are going to ഈ live. ഉണങ്ങിയ അസ്ഥിയിലേക്ക് എന്റെ ദൈവവചനം സംസാരിക്കുകയാണെങ്കിൽ അവ ജീവിക്കാൻ പോവുകയാണ്. Speak my word to the bones. എന്റെ വചനം ഈ അസ്ഥികളോട് Speak സംസാരിക്കുക. my word to the dry bones. ഈ ഉണങ്ങിയ അസ്ഥികളോട് ദൈവത്തിന്റെ വചനം And the പറയുക. prophet obeyed the voice of God. ദൈവത്തിന്റെ ശബ്ദം പ്രവാചകൻ He അനുസരിച്ചു. started preaching like this. അവൻ ഇങ്ങനെ പ്രസംഗിക്കുവാൻ Dry തുടങ്ങി. bones. ഉണങ്ങിയ അസ്ഥികളെ, Dry ഉണങ്ങിയ bones. അസ്ഥികളെ, Hear the word of God. ദൈവത്തിന്റെ വചനം കേൾക്കുകയും. Hear the word of God. ദൈവത്തിന്റെ വചനം കേൾക്കുക. As the prophet started speaking the word of God to these dry bones, പ്രവാചകൻ ഈ ഉണങ്ങിയ അസ്ഥികളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ life started coming over there. അവയ്ക്ക് മേൽ ജീവൻ പകരുവാൻ തുടങ്ങി. Miracles started happening. അത്ഭുതങ്ങൾ സംഭവിക്കാൻ Dear brother തുടങ്ങി. and dear sister, പ്രിയ സഹോദരീ സഹോദരന്മാരെ, speak word to anybody you see. നീ കാണുന്നവരോട് ദൈവത്തിന്റെ വചനം Speak സംസാരിക്കുക. the word of God. ദൈവത്തിന്റെ വചനം സംസാരിക്കുക. Don't discuss the things of the world. ഈ ലോകത്തിന്റെ വിഷയങ്ങൾ നീ ചർച്ച ചെയ്യരുത്. Don't discuss about the financial and the economical situation of this world. ഈ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് നീ സംസാരിക്കേണ്ട ആവശ്യമില്ല. Don't speak about the political system of their world. ഈ ലോകത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി വിവരങ്ങളെ കുറിച്ച് നീ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. Don't speak about the solar problem or any other problems. സോളാർ പ്രശ്നത്തെ കുറിച്ചോ മറ്റു പ്രശ്നങ്ങളെ കുറിച്ചോ നീ ചർച്ച ചെയ്യേണ്ട. ദൈവത്തിന്റെ വചനം സംസാരിക്കുക. ദൈവത്തിന്റെ വചനം സംസാരിക്കുക. ദൈവത്തിന്റെ വചനം സംസാരിക്കുക. ദൈവത്തിന്റെ വചനം ജീവിതങ്ങളിലേക്ക് അത്ഭുതം പകരുവാൻ തുടങ്ങും. If you want to speak the word, നിങ്ങൾ ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ the ആഗ്രഹിക്കുകയാണെങ്കിൽ word should be inside your heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവവചനം You should ഉണ്ടായിരിക്കണം. keep the word inside. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം So when you സംസാരിക്കണം. meet a person, നിങ്ങളൊരു വ്യക്തിയെ when you കണ്ടുമുട്ടുമ്പോൾ see a dry bone, നിങ്ങളൊരു ഉണങ്ങിയ അസ്ഥിയെ you can കാണുമ്പോൾ speak that word to that dry bone. ആ ഉണങ്ങിയ അസ്ഥിയോട് നിനക്ക് ദൈവത്തിന്റെ വചനം You can സംസാരിക്കാൻ speak സാധിക്കും. the word of God to that dry bones. ആ ഉണങ്ങിയ അസ്ഥിയോട് ദൈവത്തിന്റെ വചനം
വചനം നിനക്ക് പങ്കുവെക്കുവാൻ then that സാധിക്കും. dry bones will be transformed into an army of God. ആ ഉണങ്ങിയ അസ്ഥികൾ ദൈവത്തിന്റെ സൈന്യമായി രൂപാന്തരപ്പെടുന്ന നിനക്ക് കാണുവാൻ So let's സാധിക്കും. make a decision from this morning. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം I'm എടുക്കാം. going to study the word of God. ഞാൻ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ I'm going to പോകുകയാണ്. read the word of ഞാൻ God. ദൈവത്തിന്റെ വചനം വായിക്കുവാൻ പോകുകയാണ്. Memorize the word of ഞാൻ God. ദൈവത്തിന്റെ വചനം മനഃപ്പാഠമാക്കാൻ Start പോകുകയാണ്. with Psalms. സങ്കീർത്തനങ്ങളിൽ തുടങ്ങാൻ Start പോകുകയാണ്. with Psalms. സങ്കീർത്തനങ്ങൾ തുടങ്ങുക. Because Psalm 1 says, എന്തുകൊണ്ടെന്നാൽ ഒന്നാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, blessed is the man. അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ. Who is the blessed man? ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ? Oh, everybody want to be blessed by God. എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. Everybody want the blessings from the God. ദൈവത്തിൽ നിന്ന് എല്ലാവരും അനുഗ്രഹം ആഗ്രഹിക്കുന്നു. But how can you receive the blessings from God? പക്ഷെ എങ്ങനെ ദൈവത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ Turn സാധിക്കും? with me in Psalms 1. ഒന്നാം സങ്കീർത്തനത്തിലേക്ക് കടന്നു പോകാം. Blessed is the man who does not walk in the counsel of the wicked, ദുഷ്ടന്മാർ ആലോചന പ്രകാരം or നടക്കാതെയും stand in the way of the sinners, പാപികളുടെ വഴി നിൽക്കാതെയും or sit in the seat of mockers, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ but ഇരിക്കാതെയും delights in the counsel of the Lord. യഹോവയുടെ ന്യായപ്രമാണത്തിൽ There are സന്തോഷിക്കുന്നവൻ. two counsels, രണ്ട് ഉപദേശകരുണ്ട്. a counsel of wicked and the counsel of the Lord, ദുഷ്ടന്റെ ഉപദേശവുമുണ്ട്, ദൈവത്തിന്റെ ഉപദേശവുമുണ്ട്. or the law of the wicked or the law of the Lord. ദുഷ്ടന്റെ ന്യായപ്രമാണമുണ്ട്, ദൈവത്തിന്റെ There ന്യായപ്രമാണമുണ്ട്. are two laws in this world. ഈ ലോകത്തിൽ രണ്ട് പ്രമാണങ്ങളുണ്ട്. The law of the world, ഈ ലോകത്തിന്റെ പ്രമാണമൊന്ന്, the law of the word, ദൈവത്തിന്റെ വചനത്തിന്റെ the പ്രമാണമൊന്ന്. counsel of the wicked, ദുഷ്ടന്റെ ഉപദേശമൊന്ന്, ആലോചന ഒന്ന്, and the counsel of the Lord. ദൈവത്തിന്റെ ആലോചന ഒന്ന്. Who is the blessed man? ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? The one who delighteth in the law of the Lord, ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കുന്നവൻ. and who meditates the law of the Lord day and night. അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ. Meditate the law of the Lord. ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുക. From this day onwards, ഈ ദിവസം മുതൽ make it as a point to read the word of God ദൈവത്തിന്റെ വചനം വായിക്കുമെന്ന് തീരുമാനമെടുക്കുക. and meditate the word of God അത് ധ്യാനിക്കുമെന്ന് and തീരുമാനമെടുക്കുക. memorize the word of God അത് മനഃപ്പാഠമാക്കും and eat തീരുമാനമെടുക്കുക. the word of God. ഭക്ഷിക്കുക. That's what God said to the prophet. അതാണ് പ്രവാചകനോട് ദൈവം പറഞ്ഞത്. He told him to write these words in a scroll. ദൈവം പ്രവാചകനോട് ഇങ്ങനെ പറഞ്ഞു, ഈ വചനത്തെ ഈ ചുരുളിൽ നിന്ന് എഴുതുക. After he wrote it down, അവൻ എഴുതി തീർന്ന and ശേഷം the Lord told him, eat the roll. ദൈവം പറഞ്ഞു, ആ പ്രവാചകനോട് പറഞ്ഞു, നീ ഇത് ഭക്ഷിക്കുക. Eat the roll. ഈ ചുരുൾ നീ ഭക്ഷിക്കുക. Eat my word. എന്റെ വചനത്തെ നീ And ഭക്ഷിക്കുക. once you eat the word, ഒരിക്കൽ നീ വചനത്തെ the ഭക്ഷിക്കുമ്പോൾ word will transform your body. ആ വചനം നിന്റെ ശരീരത്തെ The രൂപാന്തരപ്പെടുത്താൻ word will തുടങ്ങും. transform your thinking pattern. നിന്റെ ചിന്താ മണ്ഡലത്തെ വചനം രൂപാന്തരപ്പെടുത്താൻ You will തുടങ്ങും. have a sanctified common sense. നീ ഒരു വിശദീകരിക്കപ്പെട്ട സാമാന്യ ബുദ്ധി. സാമാന്യ ബുദ്ധി You നിനക്കുണ്ടായിരിക്കും. know, when you eat the word, നീ വചനം when you ഭക്ഷിക്കുമ്പോൾ, meditate the word, നീ വചനം ധ്യാനിക്കുമ്പോൾ even the common sense will be sanctified. നിന്റെ സാമാന്യ ബുദ്ധി പോലും Your വിശദീകരിക്കപ്പെടും. reaction will be sanctified reaction. നിന്റെ പെരുമാറ്റം, നിന്റെ പ്രതികരണം പോലും Your വിശദീകരിക്കപ്പെടും. words will be sanctified words. നിന്റെ വാക്കുകൾ So വിശദീകരിക്കപ്പെട്ടവയായിരിക്കും. dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാർ, God wants us to meditate the word. ദൈവം ആഗ്രഹിക്കുന്ന തന്റെ വചനത്തെ ധ്യാനിക്കുവാൻ So start വേണ്ടിയാണ്. with the Psalms. അതുകൊണ്ട് സങ്കീർത്തനങ്ങൾ തുടങ്ങുക. We will start with Psalms 23. നാം 23-ാം സങ്കീർത്തനം In തുടങ്ങുകയാണ്. Psalms 23 we read, 23-ാം സങ്കീർത്തനത്തിൽ നാം the വായിക്കുന്നു, Lord is my shepherd. യഹോവ എന്റെ The ഇടയനാകുന്നു. Lord is my shepherd. യഹോവ എന്റെ ഇടയനാകുന്നു. There are 150 Psalms in the Bible. ദൈവവചനത്തിൽ 150 സങ്കീർത്തനങ്ങളുണ്ട്. And we know those Psalms we used to worship the Lord. നമുക്കറിയാം ഈ സങ്കീർത്തനങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി, പാടി സ്തുതിക്കാൻ വേണ്ടി നാം Out of ഉപയോഗിക്കുന്നതാണ്. this 150 Psalms, 73 are definitely written by David. ഈ 150 സങ്കീർത്തനങ്ങളിൽ നിന്ന് 73 സങ്കീർത്തനങ്ങളും പൂർണ്ണമായും ദാവീദിനാൽ But രചിക്കപ്പെട്ടവയാണ്. there are other scholars who say that David wrote 78 Psalms. ചില വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട് ദാവീദ് 78 സങ്കീർത്തനങ്ങളോളം But എഴുതിയിട്ടുണ്ടെന്ന്. definitely 73 is ascribed to David. എന്നാൽ ഉറപ്പായിട്ട് 73 സങ്കീർത്തനങ്ങൾ ദാവീദിനാൽ In രചിക്കപ്പെട്ടവയാണ്. Psalm 23, David pictures himself as a sheep and God as his shepherd. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ ഒരു ആടായിട്ടും യഹോവയായ ദൈവത്തെ ഒരു ഇടയനായിട്ടും ചിത്രീകരിക്കുകയാണ് Many ചെയ്യുന്നത്. times people think that this psalm was written when David was a shepherd boy. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നുണ്ട് ഈ സങ്കീർത്തനം രചിക്കപ്പെട്ടത് ദാവീദ് ഒരു വെറും ഒരു ഇടയ ബാലനായിരുന്ന കാലത്താണെന്ന്. That was
was, but David was not a shepherd all through his life. ദാവീദ് തന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഇടയനായിരുന്നില്ല. There are 3 stages in the life of David. ദാവീദിന്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളെ കാണുവാൻ The first സാധിക്കും. stage is as a shepherd. ആദ്യത്തെ ഘട്ടം ഇടയൻ. Secondly, he was serving in the army of Saul. രണ്ടാമത്തെ ഘട്ടത്തിൽ അവൻ ശൗലിന്റെ സൈന്യാധിപനായിരുന്നു. And the third section being the king of Israel. മൂന്നാമത്തെ ഘട്ടത്തിൽ ഇസ്രായേലിന്റെ And രാജാവായിട്ടായിരുന്നു. I strongly believe this psalm was written when David was the king of Israel. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത് ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിരുന്ന കാലഘട്ടത്തിലാണ്. Not as a shepherd boy. ഒരു ഇടയ ബാലനായിരുന്ന കാലഘട്ടത്തിലല്ല. It was not something that he scribbled when he has no other business as he was looking after the sheep. തനിക്ക് മറ്റൊരു ജോലി ഇല്ലാതെ താൻ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു വെറും കാലഘട്ടത്തിലാണ് ഇത് എഴുതിയെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. Because he was despised by his own parents. എന്തുകൊണ്ടെന്നാൽ തന്റെ മാതാപിതാക്കളാൽ താൻ ഉപേക്ഷിക്കപ്പെട്ടു. And he was shepherding his father's sheep. തന്റെ പിതാവിന്റെ ആടുകളെ ഇപ്പൊ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. Because he has no other business, I didn't think that he wrote down this song. പിന്നെ മറ്റു ഒരു ജോലികളുമില്ല, അതുകൊണ്ട് ജോലിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ താൻ എഴുതിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. No, I strongly believe this was written when David became the king of Israel. ഒരിക്കലുമല്ല, ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ഈ സങ്കീർത്തനം രചിക്കപ്പെട്ടത് ദാവീദ് രാജാവായിരുന്ന കാലഘട്ടത്തിലാണ്. When he looked back into his life, then he says that the Lord is my shepherd. തന്റെ ജീവിതത്തിന്റെ പുറകിലേക്ക് ഭൂതകാലത്തിലേക്ക് നോക്കിയപ്പോൾ തനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിഞ്ഞു യഹോവ എന്റെ ഇടയനാകുന്നു. There are 3 reasons why I believe like that. അങ്ങനെ വിശ്വസിക്കുവാൻ 3 കാരണങ്ങളുണ്ട്. Number 1, ഒന്നാമത്തെ കാരണം in verse 6 David says, ആറാം സങ്കീർത്തനത്തിൽ in verse 6 of Psalm 23 he says, 23-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, I will dwell in the house of the Lord. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. When David was a shepherd boy, there was no house of the Lord. ദാവീദ് ഒരു ഇടയബാലനായിരുന്നപ്പോൾ ദൈവത്തിന്റെ ആലയം ഇല്ലായിരുന്നു. There was no house of the Lord. ദൈവത്തിന്റെ ആലയം അന്നില്ലായിരുന്നു. David is the first one who made the house of the Lord. ദൈവത്തിന്റെ ആലയത്തെ ആദ്യമായി ഉണ്ടാക്കിയ വ്യക്തി ദാവീദായിരുന്നു. And that house of the Lord was known as the tabernacle of David. ആ ദൈവത്തിന്റെ ആലയം അറിയപ്പെട്ടിരുന്നത് ദാവീദിന്റെ സമാഗമന കൂടാരം എന്നാണ് അറിയപ്പെടുന്നത്. ദാവീദിന്റെ കൂടാരം, the tabernacle of David. ദാവീദിന്റെ കൂടാരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. And after establishing the tabernacle, ആ കൂടാരം സ്ഥാപിച്ചതിനു ശേഷം David wished to abide in that presence of God. അതിനുശേഷം ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കുവാൻ ദാവീദ് ആഗ്രഹിച്ചു. So this psalm was written all after the tabernacle has been established by David. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ഈ സങ്കീർത്തനം രചിക്കപ്പെട്ടത് ദാവീദ് ആ കൂടാരം, ദൈവത്തിന് വേണ്ടി കൂടാരം സ്ഥാപിച്ചതിന് ശേഷമാണ്. Now he has already brought the ark of covenant to his kingdom. ഇപ്പോൾ തന്റെ രാജ്യത്തിലേക്ക് നിയമപെട്ടകം കൊണ്ടുവന്നിരിക്കുകയാണ്. And he has already built a tent for that ark. ആ നിയമപെട്ടകം വെക്കുവാൻ വേണ്ടി ഇപ്പോൾ താൻ ഒരു കൂടാരം പണിതു കഴിഞ്ഞു. And now David wishes to abide in the house of the Lord. ഇപ്പോൾ ദാവീദ് യഹോവയുടെ ആലയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. So that's one reason that I believe that it was written after David has become the king of Israel. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സങ്കീർത്തനം രചിക്കപ്പെട്ടത് ദാവീദ് ഒരു രാജാവായതിനു ശേഷമാണ്. And the second thing he says that even though I walk through the valley of shadow of death, I fear no evil. രണ്ടാമത്തെ കാരണം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. Even though I walk through the valley of shadow of death, കൂരിൽ മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും. That is the time of David, that David literally walked through the valley of shadow of death. ദാവീദ് അക്ഷരികമായും മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. When his father-in-law and the king of Israel tried and chased him to kill. ഇസ്രായേലിലെ രാജാവും തന്റെ അമ്മായിയപ്പനുമായ ശൗൽ തന്നെ പിന്തുടർന്ന് കൊല്ലുവാൻ ശ്രമിച്ച കാലഘട്ടം. David was in the valleys on those days. ദാവീദ് ആ കാലഘട്ടത്തിൽ താഴ്വരകളിലായിരുന്നു. And literally it was the valley of shadow of death. അക്ഷരികമായിട്ടും ദാവീദിന്റെ ജീവിതത്തിൽ അത് മരണനിഴലിന്റെ താഴ്വരയായിരുന്നു. Haunted by Saul. അവൻ ശൗലിനാൽ വേട്ടയാടപ്പെട്ടു. So David is saying this from his own experience. ദാവീദ് ഇത് എഴുതുന്നത് തന്റെ സ്വന്തം അനുഭവത്തിൽ തന്നെയാണ്. Not he taking his no shepherd will take their sheep through the valley of shadow of death. ഒരു ഇടയനും തന്റെ ആടുകളെ മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി മേയിക്കുവാൻ വിടുകയില്ല. Because the shepherd really knows where he is heading, where he is taking his sheep. അത് എന്തുകൊണ്ടെന്നാൽ ഒരു ഇടയന് വ്യക്തമായിട്ടും അറിയാം താൻ ആടുകളെ എവിടെയാണ് മേയിക്കുന്നത്, താൻ ആടുകളെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന്. But here this is the valley that David had to walk through one day. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന മരണനിഴലിന്റെ താഴ്വര ദാവീദിന് ഒരിക്കൽ കടന്നു പോകേണ്ട ഒരു കാലഘട്ടമായിരുന്നു. Many days and many weeks he had to walk through this valley. അനേക ദിവസം അനേക കാലങ്ങൾ ദാവീദിന് ആ മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. David looked back to his own life, he says, because the Lord was my shepherd, there was no need that I have to fear about the valley of shadow of death. ദാവീദ് തന്റെ ജീവിതത്തിൽ പിറകിലേക്ക് നോക്കുമ്പോൾ ദാവീദിന് ഇപ്പോൾ അത് വിളിച്ചു പറയുവാൻ എഴുതുവാൻ സാധിക്കും, മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ദൈവം എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. And the third
reason why I believe that this was written when it was written after that David has become the king of Israel. ഇത് ദാവീദ് രാജാവായതിനു ശേഷം ഈ സങ്കീർത്തനം രചിച്ചു എന്ന് പറയാൻ മൂന്നാമത്തെ കാരണം ഇതാണ്. In the next words we read, അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നു, He prepares a table before me in the presence of my enemies and anoint my head with oil. എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. This was a very important day in the life of David. ദാവീദിന്റെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായിട്ട് ഒരു ദിവസമായിരുന്നു. This is the third anointing that David received to become the king of the whole Israel. മുഴുവൻ ഇസ്രായേലിലെ രാജാവായി താൻ അവരോധിക്കപ്പെട്ട കാലത്തിൽ താൻ ലഭിച്ച അഭിഷേകമാണിത്. You know, in front of the enemies who tried to eradicate David from the face of this earth. ഈ ലോകത്തിന്റെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുവാൻ ശ്രമിച്ച ശത്രുക്കളുടെ മധ്യത്തിൽ നിന്ന്, In front of them. അവരുടെ മധ്യത്തിൽ, In front of all those enemies. അവരുടെ ശത്രുക്കളുടെ എല്ലാ ശത്രുക്കളുടെ മുൻപാകെ Now the David is anointed as a king. ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. In front of the enemies. ശത്രുക്കളുടെ മുൻപാകെ. No, this is not what a shepherd do to his sheep. ഇതൊരു ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. This was his own experience. അത് തന്റെ സ്വന്തം അനുഭവമാണ്. Oh, God anointed me in front of my enemies who tried to eradicate and kill me and wipe away from the face of this earth. ഈ ലോകത്തിന്റെ മുഖത്ത് നിന്ന് എന്നെ തുടച്ചു നീക്കുവാൻ, എന്നെ നശിപ്പിച്ചു കളയാൻ, തകർത്തു കളയാൻ ശ്രമിച്ച ശത്രുക്കളുടെ മുൻപാകെ അവരുടെ മധ്യത്തിൽ ദൈവം എന്നെ അഭിഷേകം ചെയ്തതാണ്. This was not a scribbling of a shepherd boy. ഇതൊരു ഇടയ ബാലകന്റെ കളിയല്ല. ഇത് This is a psalm written from thanksgiving with a heart full of thanks and gratitude to God. He declares, the Lord is my shepherd. When he looked back into his life, he declared that he is my Lord. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദാവീദ് തന്റെ പിൻകാലത്തെ നോക്കിക്കൊണ്ട് രാജാവ് അതിനു ശേഷം താൻ എഴുതുന്ന വാക്യങ്ങളാണിത്. The Lord is my shepherd. യഹോവ എന്റെ ഇടയനാകുന്നു. Dear brothers and dear sisters, പ്രിയ സഹോദരീ സഹോദരന്മാരെ, we are going to study each word of this psalm from David's life. ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് ഓരോ വാക്യങ്ങളും നാം പഠിക്കാൻ പോവുകയാണ്. This has more important meaning now, because I thought that this was written when David was a shepherd boy. ഞാൻ ചിന്തിച്ചിരുന്നത് ദാവീദ് ഒരു ഇടയ ബാലനായിരുന്നപ്പോൾ എഴുതിയ സങ്കീർത്തനം എന്നാണ്. And the Lord renewed my spirit to see the inner meanings of each word, and then I found out no, this was not written when he was a boy. This was written after he has become the king of Israel. ഓരോ വാക്യത്തിന്റെ ആന്തരിക അർത്ഥത്തെ കാണുവാൻ ദൈവം എന്റെ ഹൃദയത്തിന്റെ ഉൾക്കണ്ണുകളെ തുറന്നു. അതിനുശേഷം ഞാൻ മനസ്സിലാക്കി ഇത് ദാവീദ് ഇസ്രായേലിന്റെ രാജാവായതിനു ശേഷം എഴുതിയ സങ്കീർത്തനമാണ്. As a matured man, ഒരു പ്രായപൂർത്തിയായ പക്വത വന്നവൻ, as the king of Israel. ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന Now when a king says the Lord is my shepherd, he means it. യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് ഒരു രാജാവ് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത്, there is a meaning in that. അതിലൊരു അർത്ഥമുണ്ട്. Now we are going to look into each word that David used over here and find out the inner meaning of each word, and we are going to declare our faith in God. ദാവീദ് ഈ സങ്കീർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കും നാം പ്രത്യേകം പഠിച്ച് അതിന്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കി നാം ദൈവസന്നിധി ഉറക്കെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്.